ഈവൻ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തു നമ്മൾ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തി, അപ്പൊ നമ്മൾ ഈ മീറ്റിങ്ങിന് വിളിക്കുമല്ലോ, വലത്തോട്ട് തിരിച്ച ട്രെയിലർ ഇടത്തോട്ടേക്ക് പോകും. നമ്മൾ അങ്ങനെയല്ലോ സാധാരണ കാർ ഓടിക്കുമ്പോൾ വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് തന്നെ വരുമല്ലോ. അപ്പൊ ഇപ്പം മുള്ളറിലല്ലേ വർക്ക് ചെയ്യണം. ഇപ്പം മുള്ളറിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ജോബിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ബെനിഫിറ്റ്സ് ഇപ്പം ഞാൻ മുള്ളറിൽ ഫസ്റ്റ് ഞാൻ ഡ്രോയിഡ് വിച്ചിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ ഷോപ്പ് ഡെലിവറി, നോർമൽ കണ്ടെയ്നർ ബോക്സ് ട്രെയിലറിൽ ഷോപ്പുകളിലേക്ക് പോയിട്ട് മിൽക്ക് ഡെലിവറി ചെയ്യാം. പക്ഷെ അത് കുറച്ച് ഇപ്പോഴുള്ള എൻ്റെ ജോലി വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഹാർഡാണ്. കാരണം ഞാനത് വണ്ടി ഡ്രൈവ് ചെയ്യണം, ഞാൻ ഷോപ്പിൽ പോയിട്ട് ഈ കേജസ് ഞാൻ തന്നെ ടൈലിഫിലേക്ക് ഇറക്കി ഷോപ്പിലേക്ക് ഞാൻ ഡെലിവറി ചെയ്യണം, എന്നിട്ട് ആ MT കേജ് തള്ളി കയറ്റി തിരിച്ച് വണ്ടിയിൽ വെച്ച് വരണം. ആ സമയത്ത് അത് എനിക്ക് ഹാർഡ് വർക്ക് അല്ലായിരുന്നു. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്ന ഭയങ്കര ഈസി ജോബാണ്. ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് ഹാർഡായിരുന്നു. കാരണം ഇപ്പം ഞാൻ സെയിം മുള്ളറിൻ്റെ തന്നെ ഞാൻ ടാങ്കറിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ വണ്ടി എടുത്ത് ഒരു ഫാമിൽ പോവുക, അപ്പോൾ അവിടെ നിന്ന് ഫുൾ ലോഡ് മിൽക്ക് എടുത്തിട്ട് തിരിച്ച് യാർഡിലേക്ക് വരിക. അപ്പോൾ അവിടെ എനിക്ക് ഫിസിക്കൽ ജോബ് ഒന്നുമില്ല. വണ്ടി ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ആ ഫാമിൽ എത്തിയിട്ട് എനിക്ക് ആകെ ചെയ്യാനുള്ള വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് എടുത്തിട്ട് അവരെ ടാങ്കിൽ കണക്ട് ചെയ്താൽ കമ്പ്യൂട്ടറിൽ കുറച്ച് ബട്ടൺസ് പ്രസ് ചെയ്താൽ മതി, ഇപ്പം പാല് കയറിക്കോളും. അപ്പോൾ ആ പാല് ലോഡാകുന്ന വരെ ഞാൻ വണ്ടിയിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. ലോഡായി കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് യാർഡിലേക്ക് പോവുക. പിന്നെ അതും അധിക ദൂരം ഡ്രൈവ് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മളെ യാർഡിൻ്റെ അടുത്തടുത്തുള്ള ഫാംസിലേ പോകാനുള്ളൂ. മാക്സിമം ഒരു 1 വേ എന്ന് പറഞ്ഞാൽ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 1 അവർ ഡ്രൈവ് ഉണ്ടാവും. ഇപ്പം പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണവരോട് ഹരിയുടെ ഈ 2 വർഷത്തിൽ നിന്നും ഹരിക്ക് എന്താണ് അവരോട് പറയാനുള്ള ഒരു കാര്യം? ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി ട്രെയിലറൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഈ റിവേഴ്സിംഗ് ആണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ടില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ വലത്തോട്ട് തിരിച്ചാൽ ട്രെയിലർ ഇടത്തോട്ടേക്ക് പോകും. നമ്മളങ്ങനെയല്ലോ സാധാരണ കാർ ഓടിക്കുമ്പോൾ വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് തന്നെ വരുമല്ലോ. പിന്നെ ആ ഇത് നോർത്താണ് ജസ്റ്റ് ചെറിയ ടെക്നിക്കേ ഉള്ളൂ. അത് നമുക്ക് ഒരു 4-5 പ്രാവശ്യം വളച്ച് നമുക്ക് ആ ടെക്നിക്ക് കിട്ടും. അതല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചിലർ ചോദിക്കും, മീൻസ് എനിക്ക് നാട്ടിൽ വണ്ടി കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല, ലൈസൻസ് എടുത്താൽ ബുദ്ധിമുട്ടാകുമെന്നല്ലേ. പക്ഷെ ഒന്നുമില്ല, ഇവിടെ ലൈസൻസ് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് നോർമൽ ചെറിയ വണ്ടി ഓടിക്കുക, മീൻസ് ട്രെയിലർ അല്ലാത്ത. കാരണം അങ്ങനെ കിട്ടില്ല, ഫസ്റ്റിൽ ട്രെയിലർ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. 6 മന്ത്സ് മീൻസ് ഇവർ എക്സ്പീരിയൻസ് കൊണ്ട് ഇവർ പ്രോപ്പർ എക്സ്പീരിയൻസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ലൈസൻസ് എടുത്തിട്ട് മിനിമം ഒരു 6 മന്ത്സ് എങ്കിൽ നമ്മൾ ലൈസൻസിൻ്റെ ഹോൾഡ് ചെയ്യണം നമ്മൾ. കാരണം അവരുടെ ഇൻഷുറൻസ് പോളിസി എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഒരു കാർ എടുത്താൽ നമുക്ക് ന്യൂ ഡ്രൈവർ ആണെങ്കിൽ ഇൻഷുറൻസ് ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ലോറിക്ക് ഇപ്പോൾ ന്യൂ ഡ്രൈവർക്ക് ഭയങ്കര ഇൻഷുറൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധിക കമ്പനിയും ഒരു 6 മന്ത്സ് ലൈസൻസ് എടുത്ത ആയ ആൾക്കാർക്കാണ് ജോബ് കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് 6 മന്ത്സ് നമുക്ക് ഈ ചെറിയ വർക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അത് പോവുക, അതൊന്ന് ഓടിച്ച് സെറ്റ് ആയാൽ നമുക്ക് ഏകദേശം കുറച്ച് റൂൾസും കാര്യങ്ങളും ഈ ടാക്കോ കാർഡിന്റെ റൂൾസ് ഒക്കെ ഒന്ന് മനസ്സിൽ സെറ്റ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പോൾ ഈ ജോലിക്ക് റിവേഴ്സിങ് അറിയില്ലെങ്കിൽ പോലും ജോബിന് പോവുക, ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്താ റിവേഴ്സിങ് ശരിയാവും. അപ്പം ഈ റിവേഴ്സ് ചെയ്യാൻ അറിയില്ല. ഫസ്റ്റ് ദിവസം പോയിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് 3 ദിവസത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് റിവേഴ്സ് ചെയ്യാൻ അറിയില്ലായിരുന്നു. കുറേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വിചാരിച്ചാൽ അത് ഇല്ല, അയ്യോ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പേടിയാണല്ലേ, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാണ്ടിരുന്നെങ്കിൽ എന്താ പറയുക, ഞാൻ ഇപ്പോഴും ആ ചെറിയ വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ടാവുമായിരുന്നു. ഇപ്പം എനിക്ക് വണ്ടീൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് പണി കുറഞ്ഞു, ഭയങ്കര ഈസിയായി, പൈസയും കൂടും. ശരിക്കും ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ച് ശീലമാണ്. ഇപ്പം എൻ്റെ ജോബ് ഭയങ്കര ഈസി. ഇപ്പം ഞാനിപ്പം മോട്ടോർ വേലൊന്നും ഓടിക്കാണ്ട് കാലങ്ങൾ. ഡ്രൈവിംഗ് കുറച്ചുകൂടി എന്താ പറയുക ശ്രദ്ധിച്ചോടിക്കേണ്ട സമയങ്ങൾ. മറ്റു മോട്ടോർ വേ പോകുമ്പോൾ സുഖമാണ്, വെറുതെ ക്രൂസ് കണ്ടോട്ട് ഇങ്ങനെ നേരെ ലൈനിൽ പോയാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഫുൾ കൺട്രി സൈഡിലൂടെ അതായത് ചെറിയ റോഡുകളായിരിക്കും, ഭയങ്കര ടൈറ്റ് ബെൻഡായിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ ചെറിയ വളരെ വേഗത്തിൽ ഓപ്പോസിറ്റ് കാറ് വരും. അപ്പോൾ ആ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ച് പോവുക. പിന്നെ ഫാമുകളിലാണെങ്കിൽ ഭയങ്കര ചെറിയ ഫാമായിരിക്കും. ഈ ട്രെയിലർ വളച്ചെടുക്കാനൊക്കെ ഭയങ്കര അത് ധൈര്യത്തിൽ അങ്ങ് പോയി അങ്ങ് ചെയ്ത് തന്നാൽ മതി. ഫസ്റ്റ് ഞാൻ പോയ സമയത്ത് അവരെ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് വണ്ടീന് ഒന്നുമില്ല, കീ എടുത്തുനിന്ന് വിട്ടുവെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഈ കമ്പനിയിൽ ഫസ്റ്റ് ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവും. അതായത് ക്ലാസ് റൂം ട്രെയിനിങ്ങും അല്ലാത്തത് എല്ലാം. പിന്നെ ഇപ്പം നമ്മളെ കമ്പനിയിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത മുള്ളറിൽ മീൻസ് അവിടെ ഇപ്പം ഡാഫ്, സ്കാനിയ, മാൻ ഈ 3 ലോറികളുണ്ട്. അപ്പോൾ ചില ഡ്രൈവർമാർ അവർ സ്കാനിയ മാത്രമേ ഓടിക്കൂ. അപ്പോൾ അവർ മാൻ്റെ ട്രക്കോ അല്ലെങ്കിൽ ഡാഫിൻ്റെ ഓടിക്കില്ല. അവർ പറഞ്ഞു എനിക്കത് ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാന്ന്. പിന്നെ വേറെ ഒരു മറ്റേ മിറർലെസ് വണ്ടികളുണ്ട്, അതായത് ക്യാമറ ആയിരിക്കും, മിറർ ഉണ്ടാവില്ല, ക്യാമറ ആയിരിക്കും. ചില ഡ്രൈവർമാർ എനിക്കത് ഓടിക്കാൻ പറ്റില്ല. ഈ കമ്പനിയിൽ നമുക്ക് ഒന്നുമില്ല, ഏത് താക്കോ ഇരുന്ന് എടുത്ത് പോകുക തന്നെ. ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്കാനിയ ഓടിച്ചിട്ട് പെട്ടെന്ന് ഡാഫ് ഓടിക്കാൻ പറയുമ്പോൾ അവിടെ കുറച്ച് പ്രായ ഡ്രൈവർമാർ അവരെ ഓടിക്കില്ല, കാരണം എനിക്കത് ഓടിക്കാൻ അറിയില്ല പറയും. ഒന്നുമില്ല, എല്ലാം ഓടിക്കുന്ന സെയിം അല്ലേ, കുറച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുപോലെ അവർ ചെയ്യില്ല. ഓരോ റൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത റൂട്ടാണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ കമ്പനിയിൽ ഇപ്പം എനിക്കൊരു റൂട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം എന്നോട് വേറെ റൂട്ട് എനിക്ക് അറിയാത്ത ഫാമിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം എനിക്കറിയില്ല, ആ ഫാമിലേക്ക് പോകാൻ എനിക്കറിയില്ല. കാരണം ഓരോ ഫാമിലും മീൻസ് അവിടെ എത്തിയിട്ട് കയറേണ്ട വഴിയും പിന്നെ ടാങ്കൊക്കെ വേറെ സ്ഥലങ്ങളിലല്ലേ ഉണ്ടാവുക, കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ. അത് നമുക്ക് പറയാം എനിക്കത് അറിയില്ല, ഒന്നിക്ക് എൻ്റെ കൂടെ ആരെങ്കിലും വിട്ടാൽ മാത്രമേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം.
പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്ത് ഫാം കിട്ടിയാലും ഞാൻ എടുത്തു പോകും. കാരണം എനിക്ക് ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ പുതിയതല്ലേ, മീൻസ് എനിക്കിങ്ങനെ എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു തെളിയിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ നമുക്ക്. പക്ഷെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറയും എനിക്കറിയില്ല ഫാം, അറിയാത്താണെങ്കിൽ ഞാൻ പോകില്ല. ആദ്യമാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഓക്കെ ഞാൻ പോയിക്കോളാം, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ തന്നെ സ്വന്തം മീൻസ് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പല്ലേ വെച്ചാൽ അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാവരും ഇപ്പോൾ ഒരു നമുക്ക് അറിയാത്ത റൂട്ടാണെങ്കിൽ ആരും പോവില്ല. ചിലർ ഇപ്പൊ എന്താ പറയാ, ഡെയിലി ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്, വേറെ വണ്ടി എടുത്തിട്ടുണ്ട്, ഇല്ല ആ വണ്ടി ക്ലീൻ ഇല്ല ഞാൻ ഓടിക്കില്ല അങ്ങനെ പറയൂ. അത് പിന്നെ ഇപ്പൊ നമ്മള് 2 വർഷം ആകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു മെയിൻ ആളായി. ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ എനിക്കിപ്പം സാറ്റ്നാവിന്റെ ആവശ്യമില്ല, എനിക്കറിയാം എല്ലാ ഫാമിലിക്ക് പോകുന്ന വഴികൾ അറിയാം, മാപ്പൊന്നും ഇല്ലാണ്ടാണ് പോവുക. പിന്നെ സത്യം പറഞ്ഞാൽ UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കര ഒരു സംഭവമാട്ടോ. കാര്യം സത്യം പറഞ്ഞാൽ ഹരിക്ക് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുത്തു അല്ലേ. ഞാൻ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് എടുത്തത്. അതിൻ്റെ ഒരു ഡ്രോബാക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ചില കമ്പനിയിൽ ജോബ് കിട്ടുമ്പോൾ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസം ആവണം, 1 വർഷം ആവണം. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ബസ് ഓടിക്കണമെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷം, ചില ഡിപ്പെൻസ് ഓൺ കമ്പനീസ് ആട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് UK വന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ വരുമ്പോൾ തന്നെയല്ല, വന്ന് 1 വർഷം കഴിഞ്ഞ് ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കടെയെങ്കിലും ഒപ്പം ഒന്ന് വണ്ടിയിലിരുന്ന് റൗണ്ട് അബൌട്ട് കാര്യം ഒത്തിരി പേര് വരുമ്പോൾ തന്നെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് 1 ഇയർ ഓടിക്കാമെന്ന് പറഞ്ഞ് ഓടിച്ച് ആക്സിഡൻറ്റ്സ് ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരാൾക്കൂടെ പോകുക. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ജോബ്സും കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഹരിയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചുമ്മാ ഇരുപ്പിൽ തന്നെ നമുക്കൊരു 10ഓളം ജോബ്. അപ്പം ഞാനിപ്പം സത്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇപ്പോൾ NHS റിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനോർത്ത് ഒരു 3 മാസം 6 മാസം ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പോവാം. കാര്യം ഇവർക്കുടെ ഒരു എക്സ്പീരിയൻസും ഇവർക്കുടെ ഒരു സന്തോഷം. കാര്യം ഹരിയുടെ ഫോണിലാണെങ്കിലും ഹരി പോണ ഓരോ സ്ഥലങ്ങൾ എന്ത് രസമാണ്. ആ ഫാം, ആ ടെക്നോളജി, അതൊക്കെ ഒരു ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ടാണ് നമുക്ക് കയറാം. അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് വന്നിട്ട് എനിക്ക് ആ ഫാം കാണണമെന്ന് പറഞ്ഞാൽ അവരൊന്നും അടുപ്പിക്കുക പോലും ഇല്ലല്ലോ. അല്ല എനിക്കിപ്പോൾ ജോലി എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഒരു വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ഫുൾ ടൈം നമ്മൾ ആരെങ്കിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്ത് എപ്പോഴായി 10 മണിക്കൂർ അല്ല 8 മണിക്കൂർ കഴിയാതെ ഇങ്ങനെ നോക്കി. ഇത് അതൊന്നുമില്ല, നമ്മളെ ഫ്രീഡം ഉണ്ട്, വണ്ടിയിൽ പാട്ട് വെച്ചിട്ട് പോവാം. അപ്പം ഫുള്ളി എന്താ പറയുക, ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കണക്റ്റ് ഒക്കെ ഉണ്ട് വണ്ടിയുടെ അകത്ത്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ട് പോവാം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എവിടെ വേണമെങ്കിലും നിർത്താം, എവിടെ വേണമെങ്കിലും ബ്രേക്ക് എടുക്കാം. അപ്പോൾ എനിക്കിപ്പം ഉറക്ക് വന്നു, അല്ലെങ്കിൽ എനിക്കിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പം എനിക്ക് ഒരു ലാബായാലോ എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് എനിക്ക് ബ്രേക്ക് എടുക്കാം. അപ്പോൾ അതൊരിക്കലും കമ്പനിയിൽ അവർ ചോദിക്കില്ല നീ എന്തിനാണ് അവിടെ അത്രയും നേരം റെസ്റ്റ് എടുത്തതെന്ന്. ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ടയേർഡായിരുന്നു. കാരണം ടയേർഡായിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ. എന്താ പറയുക, നല്ല ഒരു നമുക്ക് റിലാക്സ് ചെയ്ത് മീൻസ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ല ജോലിയായിരുന്നു. ഇപ്പം ഞാനിപ്പം ഈ 2 വർഷത്തിൽ കുറേ മീൻസ് ട്രക്കിൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പം അതിൽ എനിക്ക് മനസ്സിലായ ഏറ്റവും ഈസി ജോലി ഇപ്പം ഞാൻ ചെയ്യുന്ന ടാങ്കർ വർക്കാണ്. ബാക്കി ഇപ്പം അല്ലാത്ത ഇപ്പം ഈ മൾട്ടി ഡ്രോപ്പ് ആണെങ്കിൽ എന്താണ്, ഒരു ദിവസം കുറേ ഡ്രോപ്പ് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഈ കർട്ടൻ സൈഡ് കണ്ടുണ്ടോ, വണ്ടി പോകുന്ന മീൻസ് ഒരു കർട്ടൻ ആയിരിക്കും ചില. അപ്പം ആ കർട്ടൻ നമ്മൾ ഊരി കൊടുക്കണം, ഇതാക്കണം, എല്ലാ പാറ്റിനും മറ്റേ എന്താ പറയുക ബെൽറ്റ് ഇട്ട് ടൈറ്റ് ലോഡ് സെക്യൂർ ചെയ്യണം. ചില ജോലികൾക്ക് ഒന്നും ഉണ്ടാവില്ല, ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ ലണ്ടനിലോ അല്ലെങ്കിൽ ഗ്ലാസ്കോ എവിടെയെങ്കിലും കുറച്ച് ദൂരത്തേക്ക് ഓടിച്ച് പോവുക, അവിടെ എടുത്തിട്ട് ട്രെയിലർമാർ തിരിച്ചു വരും. അപ്പോൾ അത് ഡ്രൈവിംഗ് ചിലപ്പം കുറേ ഉണ്ടാവും. 4 മണിക്കൂർ ഓടിക്കണം ഒരു സൈഡ്, 4 മണിക്കൂർ ഓടിക്കണം. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് എന്താ പറയാ അധിക ദൂരം വണ്ടി ഓടിക്കാൻ വേണ്ട. അത് കുറച്ച് ചെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വണ്ടി ഇപ്പം ഒരു ഫുൾ ടാങ്ക് ആണെങ്കിൽ ഇത്ര 28,000 ലിറ്ററാണ് നമ്മളെ ടാങ്ക്. അപ്പോൾ 28,000 ലിറ്റർ ലോഡ് ആവണമെങ്കിൽ മിനിമം 40 മിനിറ്റ് എടുക്കും. ഈ 40 മിനിറ്റ് അന്നേരം എനിക്ക് വെറുതെ വണ്ടിയിലിരുന്ന് ഫോണൊക്കെ നോക്കി ഇരിക്കുക, അല്ലെങ്കിൽ ആരെയും വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അത് അൺലോഡ് ചെയ്യുമ്പോൾ 40 മിനിറ്റ്, അൺലോഡ് തിരിച്ച് ആളിലേക്ക് അൺലോഡ് ചെയ്യുമ്പോൾ 40 മിനിറ്റ്. ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ജോബുകളുണ്ടല്ലേ. റോയൽ മെയിൽ ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഇപ്പോൾ ഹരി ചെയ്യണ പോലത്തെ ട്രക്ക് റിലേറ്റഡ് ആയിട്ടുണ്ട്, പിന്നെ ബസ് ഡ്രൈവർ ഉണ്ട്, പിന്നെ ഊബർ ഉണ്ട്, ഫുഡ് ഡെലിവറി ഉണ്ട്. അപ്പം ഈ ജോലി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ജോബ് അത്യാവശ്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പണിയെടുക്കണവരൊക്കെ ആണെങ്കിലും ചുമ്മാ ഊബറിൽ രജിസ്റ്റർ ചെയ്തിടും. എന്നിട്ട് ഇപ്പോൾ പണിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം 5 മണിക്ക് പണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 to 11 5 മണിക്കൂർ പോയി ഊബർ കൊടുക്കും. ഈ രാത്രി ആകുമ്പോൾ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കിട്ടും. മീൻസ് ഏജൻസി ഷിഫ്റ്റ് എടുത്താൽ മതി. എന്തായാലും അഡോക് ഷിഫ്റ്റുകളുണ്ട്. അതായത് നമുക്ക് ഒരാഴ്ചയിൽ ഇത്ര ഞാൻ 3 ദിവസം വരുന്നുള്ളൂ, 2 ദിവസം വരുന്നുള്ളൂ, അങ്ങനെ പോവാം. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്താലും മതി. പക്ഷെ ഞാനൊക്കെ വെച്ചാൽ ഞാനിപ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് ഞാൻ ഫുൾ ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാത്ത ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മറ്റേ ഏജൻസി ത്രൂ അഡോക് ഷിഫ്റ്റ് എടുത്താൽ മതി. 2 ദിവസം 3 ദിവസം അടുത്ത ആഴ്ച വെച്ച് ചോദിക്കാം ഏതൊക്കെ ദിവസം വർക്ക് ചെയ്യുന്നത് അനുസരിച്ച് നമ്മളെ ഡേയ്സ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ ഷൂസ്ബറിയിൽ വെം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ. എനിക്കിവിടെ അടുത്തുള്ള ജോബുകൾ അധികവും നല്ല ജോബ് ഞാൻ വർക്ക് ചെയ്യുന്ന മുകളിൽ തന്നെ ടാങ്കർ വർക്കാണ് ഏറ്റവും നല്ലത്. ADR ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത്
ഈ പെട്രോൾ ഫ്യൂവലൊക്കെ കൊണ്ടുപോകണേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ അത് പക്ഷെ ഞാൻ നിൽക്കുന്ന ഇടത്തില് ആ ജോബ് കുറവാണ്. അപ്പൊ ഇവിടുന്ന് എനിക്കൊരു 50 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് പോയാലേ, 55 മിനിറ്റ്സ് ട്രാവൽ ചെയ്തുള്ള സ്ഥലത്ത് മാത്രമേ ജോബുള്ളൂ. അപ്പൊ എന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആ ജോബ് അവൈലബിൾ അല്ല. അത് മീൻസ് അതുണ്ടെങ്കിൽ നല്ലതായിരുന്നു, കാരണം നല്ല പേയ്മെന്റ് കൂടും. പക്ഷെ അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പാസ്സാവണോ? അല്ല, അത് നമ്മൾ 5 ദിവസത്തെ കോഴ്സ് ചെയ്യണം. ADR കോഴ്സ്, ADR ട്രെയിനിങ് ചെയ്യണം. ഡേഞ്ചറസ് ഗുഡ്സ് കൊണ്ടുപോകേണ്ട കുറെ കാറ്റഗറി, പാക്കേജസ്, ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാൻ പാക്കേജസും ടാങ്കും ഞാൻ എടുത്തത്. അപ്പൊ എനിക്ക് ന്യൂക്ലിയറും എക്സ്പ്ലോസീവ്സും ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഉണ്ട്. ഇതാണല്ലേ സംഭവം. അപ്പൊ അതിലിങ്ങനെ ഓരോ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും, ക്ലാസ് 1, ക്ലാസ് 2. എനിക്ക് 9ഉം 10ഉം പറ്റില്ല. അതായത് എക്സ്പ്ലോസീവ്സും ന്യൂക്ലിയർ വേസ്റ്റും കൊണ്ടുപോകാനുള്ള എനിക്കില്ല. ബാക്കി എല്ലാ സാധനങ്ങളും, ആസിഡ്, മറ്റേ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാം. ഇത് അത്യാവശ്യം നല്ലതല്ലേ? ഈ കാർഡ് എടുക്കണേന് നമുക്ക് എത്ര രൂപ മുടക്കും? എനിക്ക് ബർമിംഗ്ഹാം എന്ന് വെച്ചിട്ട് എനിക്ക് 500 പൗണ്ട് ആയത്. അപ്പൊ അത് ഞാൻ എടുത്തത് എന്താ വെച്ചാൽ, ഞാൻ അവിടുന്ന് ബർമിംഗ്ഹാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് ഞാൻ വെച്ചാൽ മുള്ളർന്ന് ഒഴിവാവാം. കാരണം ഇവിടെ അടുത്ത് ഇപ്പൊ ഇവിടെയുള്ള ഈ ഡിപ്പോ ഉണ്ട്, യാർഡുണ്ട് നമുക്ക് മുള്ളറിന്റെ തന്നെ. പക്ഷെ അവിടെ ടാങ്കർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എനിക്ക് ടാങ്കറിലുള്ള എക്സ്പീരിയൻസും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രാൻസ്ഫർ ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു മാനേജർ ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ല പറഞ്ഞു ട്രാൻസ്ഫറിന്റെ. അപ്പം ഞാൻ വിളിച്ചു വന്നാൽ ഓക്കെ, എനിക്ക് ഇന്ന് വേറെ ജോലി നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ADR എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ജോബ് പൈസ കൂടുതൽ കിട്ടുമല്ലോ, പൈസയും കൂടുതൽ കിട്ടും, പിന്നെ ഓപ്പർച്യൂണിറ്റി കൂടുതലല്ലോ. അങ്ങനെ ഞാൻ ADR എടുത്തതായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ ഞാൻ അവിടെ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ട് എനിക്ക്. അത് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ യൂണിയൻ ഉണ്ടെങ്കിൽ യൂണിയനിൽ ജോയിൻ ചെയ്താണ് ഏറ്റവും നല്ലത്. അതായത് ഒരു വീക്കിൽ 2 പൗണ്ട്സോ അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ 10 പൗണ്ട്സ് ആണ് നമ്മൾ യൂണിയനിൽ അവർ പൈസ കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരുണ്ടാകും കൂടെ. അപ്പൊ എനിക്കിപ്പം ഈ ട്രാൻസ്ഫർ ഞാൻ ഡയറക്റ്റ് ഞാൻ കമ്പനിയിൽ ചോദിച്ച സമയത്ത് ആ മാനേജേഴ്സ് ഒക്കെ എന്താ പറയുക, അയ്യോ അവിടെ വേക്കൻസി കുറവാണ്, വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ നിനക്ക് ടാങ്കർ എക്സ്പീരിയൻസ് ഇല്ലാത്തതിനെ കൊണ്ട് കിട്ടാൻ പാടായിരിക്കുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ നമ്മുടെ യാർഡിന്റെ മെയിൻ മാനേജർ ഉണ്ട്. അപ്പോൾ അവരെനിക്ക് നമുക്ക് എപ്പോഴും പോയി കാണാൻ പറ്റില്ലല്ലോ, അവരെപ്പോഴും ഉള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഷിഫ്റ്റ് ലീഡ്സിന് അവരൊക്കെ ഞാൻ കാണലുള്ളൂ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങനെ ഞാനിപ്പോൾ ഈ യൂണിയനിലുള്ള അവരോട് സംസാരിച്ചപ്പോൾ ഡോണ്ട് വറി വി ക്യാൻ ഡു ഇറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ക്രിസ്മസ് ഒന്ന് പീക്ക് സീസൺ കഴിഞ്ഞൊന്ന് വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരാണ് ഈ മാനേജേഴ്സിനോടൊക്കെ സംസാരിച്ച് ഇവിടുത്തെ മാനേജറെ വിളിച്ച് എനിക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ഇഞ്ചറി, വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഞ്ചറി പറ്റി വിചാരിച്ചോ, അപ്പോൾ അതായത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് എന്തെങ്കിലും പൈസ കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ യൂണിയൻ ത്രൂ പോകുവാണെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടാം. കാരണം അവിടെ എനിക്ക് ഒരു ഡ്രൈവറുണ്ട്, അപ്പോൾ അയാളെ ജസ്റ്റ് തല ഒന്ന് ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് മുറിട്ടുള്ളൂ. അതായത് ഷട്ടർ മറ്റേ ഈ ഷട്ടറില്ലേ മറ്റേ ആ ഡോറ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് ചെറുതായിട്ട് മുറിഞ്ഞു. എന്നിട്ട് അതിന് അയാൾ 2000 പൗണ്ടാണ് ക്ലെയിം ചെയ്യുന്നത് ത്രൂ യൂണിയൻ അല്ലേ? ഈ യൂണിയൻ നമ്മൾ വർക്ക് ചെയ്യണ എല്ലാ സ്ഥലത്തും യൂണിയൻ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഈ യൂണിയനിലുള്ളത് എപ്പോഴും ബെനിഫിറ്റ്സ് ആണ്. ഇപ്പം NHSലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇപ്പോൾ ബസ്സിലാണെങ്കിലും യൂണിയനിലുള്ളത് ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈവൻ ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മൾ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തി, അപ്പോൾ നമ്മൾ ഈ മീറ്റിങ്ങിന് വിളിക്കുമല്ലോ, ആ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ യൂണിയൻ റെപ്രസെന്റേറ്റീവിനെ കൂട്ടി കൊണ്ടുപോകാം. അപ്പം നമുക്ക് വേണ്ടി അവർ സംസാരിച്ചോളും. പക്ഷേ ഏറ്റവും പൈസ കൂടുതൽ ഈ പെട്രോള് ഡീസൽ കൊണ്ടുപോകുന്ന ടാങ്കറിന്. പക്ഷെ ഏറ്റവും ഡേഞ്ചറും അത് തന്നെയല്ല. പക്ഷെ ഇവിടെ ഇപ്പം ഞാനിങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരല്ല, എല്ലാം സേഫ് ആയിട്ടാണല്ലോ ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ടാങ്കറിൽ അധികം പറയണത് ഡ്രൈവർമാർ റെസ്റ്റിലാണ്ട് ഓടിച്ചുകൊണ്ട് സ്പീഡിൽ ഓടിച്ചുകൊണ്ടായിട്ടും അല്ലെ ഉറങ്ങിയിട്ടൊക്കെ അല്ലേ ടാങ്കർ പറയണത്. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടാങ്കർ അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റൂളാണ്. ഈ ADR ടാങ്കറുകൾ ഓടിക്കുന്ന ആൾക്കാർ 9 hours വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിലുള്ള കുറേ പേര് എനിക്കിങ്ങനെ വെച്ചേക്കാം. അതായത് നാട്ടിൽ അവർക്ക് ഹെവി ലൈസൻസ് ഉണ്ട്, അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരാൻ പറ്റുമോ, ഈ ചിലപ്പോൾ യൂറോപ്പിലേക്കൊക്കെ പോളണ്ട് ജർമ്മനിയിലേക്ക് പോകണില്ലേ. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഇവിടേക്ക് വരാൻ പറ്റൂല. അതിപ്പോൾ ഇവിടെ ഒരു ട്രക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഫസ്റ്റ് കാർ ലൈസൻസ് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാർ ലൈസൻസ്, ഇവിടുത്തെ കാർ ലൈസൻസ് എടുത്ത് പിന്നെ ഇവിടുത്തെ ടെസ്റ്റുകൾ മൊത്തം പാസ്, ഇവിടുത്തെ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ട്രക്ക് ഡ്രൈവിംഗ് ജോലി കിട്ടും. അപ്പം നാട്ടിൽ നിന്ന് ലൈസൻസ് ഉണ്ട്, ഇവിടെ വന്നാൽ ജോലി കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഇവിടെ വരണമെങ്കിൽ ഇവിടെ പ്രോപ്പർ ഒരു വിസ വേണ്ടേ. അപ്പം അതുകൊണ്ട് ആ വിസ ഇല്ലാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ